ശ്രീ യുവരാജ് ഗോകുൽ, ശശി തരൂരിനൊത്ത പോരാളി എന്ന നിലയ്ക്കാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ BJP അവതരിപ്പിച്ചത്. നിങ്ങളുടെ വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? ശശി തരൂരിന് ഒത്ത ഒരു എതിരാളിയായി രാജീവ് ചന്ദ്രശേഖർ വന്നു എന്നുള്ളതല്ല. രാജീവ് ചന്ദ്രശേഖറാണ് ഇവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ്. എതിരെ മത്സരിക്കുന്നത് ആര് എന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ശശി തരൂരിനെ ഒരു സെൻട്രൽ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനൊത്തത് എന്നുള്ള തലത്തിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ശശി തരൂർ എന്ന് പറയുന്ന മനുഷ്യന്റെ അന്താരാഷ്ട്ര വലിപ്പത്തിനെ ചെറുതാക്കിക്കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ കഴിഞ്ഞ 15 വർഷത്തെ MP എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രമാണ്. നെയ്യാറ്റിങ്കര, പാറശാല മേഖലകളിൽ തുടങ്ങി നമ്മുടെ കഴക്കൂട്ടത്ത് ടെക്നോ പാർക്ക് ഇരിക്കുന്ന മേഖലകളിൽ വരെ നീണ്ടു നിൽക്കുന്ന കുടിവെള്ള പ്രശ്നം, അങ്ങനെ അടിസ്ഥാന പ്രശ്നത്തിൽ നിന്ന് തുടങ്ങി ഹൈ എൻഡ് പ്രശ്നം വരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂർ MP എന്നുള്ള നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ്. കാര്യം നടക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ഈ എലൈറ്റ് വോട്ടിന്റെ കാര്യത്തിൽ തരൂരും അദ്ദേഹവും തമ്മിലൊരു മത്സരമുണ്ടെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എത്രത്തോളം കഴിയും? അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇപ്പോൾ താഴെത്തട്ടിലുള്ള അഭിപ്രായം എന്താണ് എന്ന് നമ്മളൊന്ന് നേരിട്ട് ഇറങ്ങി സംസാരിച്ചാൽ നമുക്കത് മനസ്സിലാവും. പിന്നെ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടലിന്റെ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അതിനകത്ത് ഞങ്ങൾക്ക് ആർക്കും രണ്ട് അഭിപ്രായമില്ല. പിന്നെ ഇവിടെ രണ്ടുപേരും പറഞ്ഞതിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം രണ്ടുപേരും വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ അവർ നേരെ ചെന്ന് നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ഹൈവേ വികസിപ്പിക്കുന്നുണ്ട്, ആ ഹൈവേ വികസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സഹകരിച്ചു എന്നുള്ള നിലയിൽ മാത്രമാണ് ഇവർക്ക് രണ്ടുപേർക്കും തിരുവനന്തപുരത്തിന്റെ വികസനത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കുവാനോ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുവാനോ ഉണ്ടെങ്കിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് അവരെ തന്നെ സമ്മതിച്ചു തന്നതിനകത്തും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട CPM പ്രതിനിധിയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. നേമം മുതൽ അങ്ങോട്ടേക്ക് റെയിൽവേ ലൈൻ ഡബിളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ലാൻഡ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ റെയിൽവേ പൈസ തന്നു. ആ പൈസ എടുത്ത് വകമാറ്റി ചെലവഴിച്ചതിനെ കുറിച്ചിട്ടുള്ള വാർത്ത നമ്മൾ വായിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. എന്തിനാ പൈസ എടുത്ത് വകമാറ്റി ചെലവഴിച്ചു? അതിന്റെ കണക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ട് ബോധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പൈസ നമുക്ക് ആ മേഖലയിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അങ്ങ് പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 440 കോടി രൂപയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി മാത്രം തന്നിരിക്കുന്നത്. 15 തിരുവനന്തപുരം ഡിവിഷന്റെ അകത്തുള്ള റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് 500 കോടി രൂപ വീണ്ടും തന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അപ്പൊ തിരുവനന്തപുരത്തിന്റെ വികസനത്തിൽ ഇവിടുന്ന് ജയിച്ചു പോയ MPയെക്കാളും ഇവിടെ നിന്ന് ജയിച്ചിരുന്ന MPമാരെക്കാളും ഒക്കെ കോൺട്രിബ്യൂഷൻ തന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ്. തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല, എറണാകുളത്ത് ആയിക്കോട്ടെ, ഇവരെല്ലാവരും സ്വന്തം ഫണ്ടിൽ നിന്നല്ലോ എടുത്ത് ചെയ്യുന്നത്. എല്ലാവരും പറയുന്നത് എന്താണ്, തന്നു എന്ന് പറയുന്നത് ശശി തരൂർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യം, പന്ന്യൻ രവീന്ദ്രൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യമല്ലോ. എല്ലാം ടാക്സ് മണി തന്നെയാണ്. അതെ, തിരുവനന്തപുരത്ത് മാത്രമല്ല, എറണാകുളത്ത് വർക്ക് കംപ്ലീറ്റ് ആവാറായി, കൊല്ലത്ത് ഏതാണ്ട് വർക്ക് പകുതിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ, ട്രെയിനിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പണി നടക്കാതെ ഏത് റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത്? ഒരു ഒറ്റ തൊഴിൽ സൃഷ്ടിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും? കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ തന്നെ പ്രധാനമന്ത്രി നേരിട്ടും നമ്മുടെ മന്ത്രിമാരൊക്കെ നേരിട്ട് വന്നും ഇവിടെ നടത്തിയിരിക്കുന്ന നിയമന മേളകൾ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. രണ്ടാമത്തെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊഴിലിനോടൊപ്പം തന്നെ തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന കൃത്യമായ ഒരു നയത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ UPA സർക്കാർ ഇറങ്ങി പോകുന്ന സമയത്ത് ഇന്ത്യയിൽ യൂണിക്കോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 4 ഇന്ന് 114 2025 കൂടി 200 ആകുമെന്ന് പറയുന്നുണ്ട്. സാധാരണക്കാരിൽ തന്നെയാണെന്ന് ഉണ്ടാകുന്നത്. ഒന്ന്, ഈ യൂണിക്കോണുകൾ വളരുന്നതിന്റെ കാരണം മോദി കാരണമല്ല. അവർ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പിള്ളേർ മെനക്കെട്ട് റിസ്ക് എടുക്കുന്നതാണ്. അല്ലാതെ നിങ്ങളുടെ കാലത്ത് എന്തായാലും കഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ കാലത്ത് ആരും കഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ കാലത്ത് ആരും കഷ്ടപ്പെട്ടില്ല. അല്ല, ഇന്ത്യയിൽ ആകത്തെ സ്റ്റാർട്ട് ചെയ്ത ഇവിടെ CPO റാങ്ക് ലിസ്റ്റിൽ പെട്ട കുട്ടികൾ 10,000-10,000 കുട്ടികളുണ്ട്. ഈ 10,000-10,000 കുട്ടികളോട് 2 തവണ അവരുടെ പരീക്ഷ നടത്തി, ഫിസിക്കൽ നടത്തി, പലതും നടത്തി. അവരോട് പറഞ്ഞത് ഇവർക്ക് മുഴുവനും തൊഴിൽ കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ 20% പേർക്ക് മാത്രം തൊഴിൽ കൊടുത്തതിന് ശേഷം ആ റാങ്ക് ലിസ്റ്റ് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു. അപ്പോ അവർക്ക് ഇത്രയും നാളായിട്ട് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ കാണുകയാണ് 15 ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിൽ തരുമെന്ന് പറഞ്ഞു. 15 ലക്ഷം രൂപയുടെ കണക്ക് കുറെ കാലമായിട്ട് ആൾക്കാർ പറയുകയാണ്. അത് ഹിന്ദി അറിഞ്ഞുകൂടാത്തതിന്റെ ഒരു പ്രശ്നമാണെന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാം. വിദേശത്ത് മാത്രമല്ല കള്ളപ്പണം ഉള്ളത്, ഇന്ത്യയിൽ മൊത്തത്തിലെ കള്ളപ്പണം ഉണ്ട്. 2004-നും 2014-നും ഇടയിൽ വെറും 114 റെയ്ഡ് മാത്രമാണ് EDയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ 2014-നും 2024-നും ഇടയ്ക്ക് അത് 3000-ലധികം റെയ്ഡുകൾ ഉണ്ടായിട്ടുണ്ട്. ED റെയ്ഡ് വർദ്ധിച്ചു, യാഥാർത്ഥ്യം. ഞാൻ BJPയോട് യോജിക്കുന്നു. പക്ഷേ ED റെയ്ഡിന്റെ 90%-ലധികം പേർ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ വീടുകളിലും അവരുടെ സെക്രട്ടേറിയറ്റിലും മന്ത്രിസഭാ മന്ദിരങ്ങളിലുമാണ് റെയ്ഡ് നടത്തിയത്. 2 മുഖ്യമന്ത്രിമാരെ ജയിലടച്ചിരിക്കുന്നു. 90% റെയ്ഡ് നടന്നത് ഇവരുടെയൊക്കെ വീടുകളിലാണ്. കാരണം ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിലാണ്. അതുകൊണ്ടാണ് 90% റെയ്ഡ്. രാഷ്ട്രീയമായ ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ എതിരാളികൾക്ക് നേരെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നിങ്ങളുടെ മുന്നണി ഉണ്ടാക്കിയ ആളാണ് നിതീഷ് കുമാർ, ഈ പറയുന്ന ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ സഖ്യം. ആ നിതീഷ് കുമാറിനെതിരായിട്ട് ഒരു റെയ്ഡ് നടന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? BJPയുമായി സഖ്യത്തിൽ ഇല്ലാത്തൊരു പാർട്ടിയാണ് ബിജു ജനതാദളുടെ നവീൻ പട്നായിക്കിനെതിരെ ഒരു റെയ്ഡ് നടന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പൊ റെയ്ഡ് നടക്കുന്നുണ്ടെങ്കിൽ ആ റെയ്ഡ് നടക്കുന്നിടത്ത് കൃത്യമായിട്ട് പൂഴ്ത്തി വെച്ചിരിക്കുന്ന കാശ് പിടിക്കുന്നുണ്ടല്ലേ? നമ്മൾ ഈ പാളയം ഭാഗത്ത് നിൽക്കുകയാണ്. ഇവിടെ
പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടെ മോസ്കുണ്ട്, അവിടെ അമ്പലമുണ്ട്. അപ്പോൾ ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളില്ല ഇസ്ലാം രക്തം എന്ന് പഠിപ്പിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ ഈ തലസ്ഥാനം ഒരു മണിപ്പൂർ ആവൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയുമോ? നിങ്ങളിലില്ല ഇസ്ലാം രക്തം, നിങ്ങളിലില്ല ക്രൈസ്തവ രക്തം, നിങ്ങളിലില്ല ഹൈന്ദവ രക്തം. നിങ്ങൾ എന്തുകൊണ്ടാണ് മലപ്പുറത്ത് സ്ഥിരമായിട്ട് മുസ്ലിമിനെ മാത്രം സ്ഥാനാർത്ഥിയാക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു മുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കാത്തത്? രാജീവ് ചന്ദ്രശേഖരന്റെ അദ്ദേഹം വഹിച്ചിരുന്ന പദവി അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അറിയാലോ. ഇപ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഇന്നേ വരെ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് പോലെയുള്ള ഡെവലപ്മെന്റിൽ ഇവിടെ തൊഴിൽ ഇല്ലാതെ ഒരുപാട് പേര് വിദേശത്തേക്ക് പോകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്തി ഈ നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. IT പ്രൊഫഷണൽസിന് പോലും ഈ നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ഇവിടെ പ്രതിനിധിയായി വന്നപ്പോൾ അതേ ഈ ടെക്നോ പാർക്കിലും ഈ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഓടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇൻക്യുബേഷൻസിനും ഡെവലപ്മെന്റ്സിനും ഒന്നും ഫണ്ട് ചെലവഴിക്കാതെ പുതിയ സ്ഥലം പോലും ടെക്നോ പാർക്കിന് അനുവദിച്ചിട്ട് ആ പ്രദേശത്തുള്ള ഡെവലപ്മെന്റ്സ് നടത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം എന്ത് പ്രതിനിധാനം ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടുത്തെ റെപ്രസെന്റേഷന് വന്നത് എന്നുള്ളത് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. തിരുവനന്തപുരത്തിന് ഒരു MP ഉണ്ട്, ശ്രീ ശശി തരൂരാണ്. അദ്ദേഹത്തിന് അറിയാം കേന്ദ്രത്തിൽ ഒരു മന്ത്രി വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നത് കേരളത്തിൽ നിന്ന് MP ആയിട്ടല്ല വന്നത്. അദ്ദേഹം 18 വർഷമായിട്ട് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നാണ്, കർണാടകത്തിൽ നിന്നാണ് MP ആകുന്നത്. ഒരു തവണയെങ്കിലും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന IT സഹമന്ത്രിയെ സന്ദർശിച്ചിട്ട് ടെക്നോ പാർക്കിന് ഇന്ന ആവശ്യങ്ങളുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ MP തയ്യാറായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇന്ന് വരെയും അതിന് തയ്യാറായിട്ടില്ല. അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തെ സന്ദർശിക്കുകയോ അദ്ദേഹത്തിനോട് ടെക്നോ പാർക്കിൽ ഇന്ന ആവശ്യങ്ങളുണ്ടെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഡോക്യുമെന്റ് ഉൾപ്പെടെ കാണിക്കാം. എന്നെ ആശങ്കപ്പെടുത്തുന്നത് ഈ രാജ്യം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നത്. ഈ രാജ്യത്തിന്റെ മുസ്ലിങ്ങളും മിഷനറികളും കമ്മ്യൂണിസ്റ്റുകളും തുടങ്ങിയവരെല്ലാം ഈ രാജ്യത്തിന്റെ അപരരാണെന്നും അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അധികാരമില്ല എന്നും എഴുതി വെച്ച മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ വിചാരധാര ഭരണഘടനയാക്കണമെന്ന് വാദിക്കുന്നവരാണ് നിങ്ങൾ. എവിടെ വാദിച്ചു ഒന്ന് പറഞ്ഞുതരാമോ? RSSന്റെ അജണ്ടയാണ് സാർ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരധാര ചോദിക്കട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾ വിചാരധാരയെ മനുസ്മൃതിയും തള്ളി പറയുക. രണ്ടാമത്തത് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ഉപചോദ്യം തന്നെയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ശശി തരൂരിനെ നിർത്തിയാൽ ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി സ്ഥാനത്തിന് നരേന്ദ്രമോദിജിയാണെന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് ആണ് നിങ്ങൾക്കുള്ളത്. എന്ത് വിശ്വസിച്ച് ഞങ്ങൾ ശശി വോട്ട് ചെയ്താൽ നാളെ ഇയാൾ താപരാവില്ലെന്ന് ആര് കണ്ടു? വിചാരധാരയെ തള്ളി പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. ആണല്ലോ നിങ്ങളുടെ ചോദ്യം. RSSന്റെ ഇപ്പോഴത്തെ സർസംഘചാലകമായിട്ടുള്ള മോഹൻ ഭഗവത് തന്നെ അതിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് കാലം കുറയായി. നിങ്ങൾ അപ്ഡേറ്റഡ് അല്ലാത്തതിന് എനിക്കിപ്പോ അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പിന്നെ പൗരത്വ നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? കൃത്യമായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പൗരത്വ നിയമം 2002 മൻമോഹൻ സിംഗ് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് പറയുന്നത് ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും മൈനോറിറ്റീസിനോട് വി ഓ ആൻ ഒബ്ലിഗേഷൻസ് ഡ്യൂ ടു ഹിസ്റ്റോറിക്കൽ റീസൺസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേ നയം മാത്രമേ ഇപ്പോഴും പിന്തുടർന്നുള്ളൂ. 2012 CPMന്റെ നാഷണൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് 2012 പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് കത്തയക്കുകയും കഴിഞ്ഞ ഒരു ഡീക്കേഡായിട്ട് ഈ ആവശ്യം പെൻഡിംഗ് ആണെന്നും അവിടെ നിന്ന് കടന്നു വന്നിരിക്കുന്ന റിലീജിയസ് പെർസിക്യൂഷൻ കാരണം കടന്നു വന്നിരിക്കുന്ന മൈനോറിറ്റീസിനോട് നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ടെന്നും അവർക്ക് പൗരത്വം കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ കുറച്ച് ലിബറൽ നയങ്ങൾ സ്വീകരിക്കണമെന്നും പ്രകാശ് കാരാട്ട് മൻമോഹൻ സിംഗിന് കത്തെഴുതിയിട്ടുണ്ട്. ഈ രണ്ടുപേരും എന്തിനാണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മാനവികതയുടെ വിഷയമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. ആ വിഷയം മാത്രമേ നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നുള്ളൂ. നിങ്ങളുടെ നിലപാട് മാറിയത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്തെ വിഷയം കോർപ്പറേറ്റുകളുടെ വിഷയമാണ്. കോർപ്പറേറ്റുകളുടെ വിഷയം എന്ന് പറയുമ്പോൾ അദാനിയെ എന്തിനാണ് അദാനിയുടെ ബലൂണും പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ വിഴിഞ്ഞത്ത് ചെന്ന് നിൽക്കുന്നതെന്നും അദാനിയെ എന്തിനാണ് രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെ വിളിച്ച് സൽക്കരിക്കുന്നതെന്നും എനിക്കറിയില്ല. ഒന്ന്. രണ്ട്, കോർപ്പറേറ്റുകൾ ഇവിടെ വളരുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 യൂണിക്കോൺ എന്നുള്ളത് 114 യൂണിക്കോണുകളിലേക്ക് പോയിട്ടുണ്ട്. ഇന്ത്യയിൽ എന്തായാലും 2014 ശേഷം പെട്ടെന്ന് നിപുണരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ യൂണിക്കോൺസ് ഉണ്ടാക്കാനുള്ള ബുദ്ധി വന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല മാധു. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം, ടൈറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് മെയിൻലി സാലറീഡ് ആയിട്ടുള്ള 5 ലക്ഷത്തിലധികം വരുമാനം വരുന്ന ആൾക്കാരാണ് പെർ ആനം. ആ 5 ലക്ഷത്തിലധികം വരുമാനം വരുന്ന ആൾക്കാരുടെ എണ്ണം എത്ര ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് കൂടി നമ്മൾ എടുത്ത് നോക്കണം. അത് കോർപ്പറേറ്റ് ടാക്സ് കുറഞ്ഞോട്ടെ, നമ്മുടെ മിഡിൽമാൻ ടാക്സ് കൊടുക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ലെവൽ കഴിഞ്ഞ് അടുത്ത ആൾക്കാർ മുകളിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. 25 കോടി ആൾക്കാരാണ് കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കയറി വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ മേഖലകളിലും ആ സാധനം മുകളിലേക്ക് തീർന്നിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യട്ടെ. 2 കോടി
വീടുകളിൽ മാത്രമാണ് ടാപ്പ് കണക്ഷൻ വഴി വെള്ളം കൊടുക്കുന്നത്. ഇന്ന് അത് 14 കോടി വീടുകളിൽ കിട്ടുന്നുണ്ട്. കോർപ്പറേറ്റുകൾക്കല്ല. 67% വീടുകളിൽ മാത്രമാണ് വൈദ്യുതി ഉണ്ടായിരുന്നെങ്കിൽ 95% വീടുകളിൽ വൈദ്യുതി ഉണ്ട്. ആ വൈദ്യുതി എത്തുന്നത് കോർപ്പറേറ്റുകളുടെ വീടുകളിലല്ല. രാജ്യത്ത് ഈ പൗരത്വ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് 2019 പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനയ്ക്കെതിരാണ്. ഭരണഘടനയിലെ അനുച്ഛേദം 14 വ്യക്തമായി പറയുന്നു, ഇന്ത്യൻ അതിർത്തിയിലെ ഒരാളോട് ജാതി, മതം, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്നും ഈ ബൗണ്ടറിക്കുള്ളിലുള്ള ഏതൊരാളും തുല്യതയ്ക്കുള്ള അവകാശം അയാൾക്കുണ്ട് എന്ന് ഭരണഘടന എഴുതി വെച്ചിരിക്കുകയാണ്. അത് ഇന്ത്യൻ പൗരന്മാരെ ബാധിക്കുന്ന വിഷയമാണ്. ഇദ്ദേഹത്തിന് സിഎയുടെ അടിസ്ഥാന വിഷയം പോലും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറത്തുനിന്നുള്ളവർക്ക് പൗരത്വം കൊടുക്കുന്ന വിഷയം പറയുമ്പോൾ ഇന്ത്യൻ പൗരന്മാരുടെ വിഷയം അല്ല പറയേണ്ടത്. ആദ്യം താങ്കൾ പോയിട്ട് സിഎയുടെ ഫുൾ ഫോം എങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ പൗരത്വ നിയമത്തോടുള്ള നിലപാടെന്താ? ഈ കേരളത്തിൽ പൗരത്വ നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പറഞ്ഞു അതിവിടെ നടപ്പാക്കില്ല. ഒരു കുന്തോ ചെയ്യില്ല. നാളെ അവര് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഒരു വഴിയില്ല. അവരെ സ്വീകരിക്കാൻ മാത്രമേ വഴിയുള്ളൂ. അവരെ ഇവിടെ സ്വീകരിക്കാൻ വഴിയാ മാത്രമേ വഴിയുള്ളൂ. ആദ്യം സ്വീകരിക്കാൻ പ്രവർത്തിക്കുന്നതും ഭരണഘടനയിൽ അധിഷ്ഠിതമാണ്. മോഡി മാത്രമല്ല, ഇവിടെ മുഖ്യമന്ത്രിമാരുണ്ട്. ഭരണഘടനയിൽ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇല്ല. പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയോട് ചോദിക്കട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ നിക്ഷേപത്തിനും കോർപ്പറേറ്റ് വൽക്കരണത്തിനും ഈ സെമി കണ്ടക്ടർ ഉൽപാദനമായിരുന്നാലും ശരി തന്നെയാണ്, മൊബൈൽ ഉൽപാദനമായിരുന്നാലും ശരി തന്നെയാണ്, ഉൽപാദന മേഖലയിൽ ലോകത്തിന്റെ ഹബ്ബായി മാറാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് ഭാരതം എന്ന് പറയുന്നത്. അത്രയേറെ മാൻ പവർ ഉണ്ട്, ലാൻഡ് പവർ നമുക്കുണ്ട്. പക്ഷേ ഇതിന്റെ മൊണോപോളി കുറെ കാലമായിട്ട് ചൈനയുടെ കയ്യിലാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഈ കോവിഡ് വരുന്ന സമയത്തുണ്ടല്ലോ, സെമി കണ്ടക്ടർ സപ്ലൈ ഉണ്ടല്ലോ ലോകത്തിലേക്കുള്ളത്, അത് കോവിഡ് വരുന്ന സമയത്ത് ചൈന ലോക്ക്ഡൌൺ ആവുന്നതോടുകൂടി അതിന്റെ സപ്ലൈ മുഴുവൻ കട്ടായി പോയി. ചൈന, തായ്വാൻ തുടങ്ങിയ സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളുടെ കയ്യിലാണ് അതിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പല ഇളവുകളും വൻകിട കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ കർഷകരുടെ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞോട്ടെ, കർഷകരുടെ കാര്യം താങ്കൾ ചോദിച്ചു. താങ്കൾ വെറുതെ ഒന്ന് ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് എത്ര മടങ്ങായിട്ടാണ് വർദ്ധിച്ചതെന്ന് മാത്രം താങ്കൾ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കർഷകരുടെ റിയാലിറ്റി താങ്കൾക്ക് മനസ്സിലാകും.